ഈ കുഞ്ഞിനെ കാണാതായത് ഇങ്ങനെയാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കുന്നത്. ഇന്ന് പുലർച്ചെ ഈ കുഞ്ഞും കുടുംബവും താമസിച്ചിരുന്നത് ബ്രഹ്മോസിന് സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്താണ്. അതിന് തൊട്ടടുത്ത് റെയിൽവേ ലൈനുണ്ട്, തൊട്ടടുത്ത് റോഡുമുണ്ട്. അപ്പോൾ ഇന്ന് 12 മണി വരെ ബീഹാറിൽ നിന്ന് കേരളത്തിലെത്തിയ തേനീച്ച ശേഖരിക്കുന്ന സംഘമായിരുന്നു ഈ നാടോടി സംഘം. ആ നാടോടി സംഘത്തിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും 3 സഹോദരങ്ങളും ഈ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബമാണ്. ബീഹാറിൽ നിന്ന് വന്ന് തെലങ്കാനയിൽ പോയി തെലങ്കാനയിൽ നിന്ന് കേരളത്തിലെത്തിയ നാടോടി കുടുംബമാണ്. ഈ നാടോടി കുടുംബം സ്ഥിരമായി തിരുവനന്തപുരത്ത് തങ്ങുന്നത് ഈ ഓൾ സെയിൻസ് കോളേജിന് സമീപത്തുള്ള ഈ തുറസായ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ബ്രഹ്മോസിന് സമീപത്താണ് ഈ പാർക്കിംഗ് ഗ്രൗണ്ട്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഒരു വശത്ത് റെയിൽവേ ലൈനാണ്, മറുഭാഗത്ത് വേളി ഭാഗത്തേക്ക് പോകുന്ന റോഡുമാണ്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സാധാരണ ലോറികളടക്കമുള്ള മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുമുണ്ടായിരുന്നു. ഇന്നലെ സംഭവം നടക്കുന്ന സമയത്ത് ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞിൻ്റെ കുടുംബം ടെൻറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു. ടെൻറ്റിൽ കിടന്നുറങ്ങുന്ന കുടുംബത്തെ രാത്രി 12 മണിയോടുകൂടി ഈ മഞ്ഞ് സ്കൂട്ടറിലെത്തിയ ആരോ ഈ കുഞ്ഞിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന് ഉറക്കത്തിൽ നിന്നുണർന്ന് സഹോദരൻ കണ്ടു എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇന്ന് 12 മണിക്കും 1 മണിക്കുമിടയിൽ, പുലർച്ചെ 12 മണിക്കും 1 മണിക്കുമിടയിൽ ഓൾ സെയിൻസ് കോളേജിന് തൊട്ടു മുമ്പുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ ടെൻറ്റിൽ രക്ഷിതാക്കളോടൊപ്പം കിടന്നുറങ്ങിയിരുന്ന 2 വയസ്സുകാരിയായ മേരിയാണ് കാണാതായത്. ഈ കുഞ്ഞിനെ കാണാതാകുമ്പോൾ ആ സ്ഥലത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു ആക്റ്റീവ് സ്കൂട്ടർ വന്നിരുന്നു എന്നാണ് കുഞ്ഞിൻ്റെ സഹോദരൻ്റെ മൊഴി. കുഞ്ഞ് കറുപ്പിൽ വെളുത്ത പുള്ളികളുള്ള ഒരു ടീഷർട്ടാണ് ധരിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ FIR-ൽ പറയുന്നത്. കുഞ്ഞിനെ 1 മണിക്ക് 12-നും 1 മണിക്കും ഇടയിൽ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം പോലീസിൽ പരാതി നൽകി. പോലീസ് 5 അംഗ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിച്ചു. ആദ്യ ദൃശ്യങ്ങൾ ലഭിച്ചത് ബ്രഹ്മോസിൽ നിന്നാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് എത്തിക്കാൻ സാധിക്കും. അവിടെ ഈ സ്കൂട്ടറിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. ഇനി ഏതു വഴിയാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് എന്നതിലുള്ള അന്വേഷണത്തിലാണ്. പൊന്തക്കാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. പ്രതികൾ എത്തിയത് മഞ്ഞ നിറത്തിലുള്ള ഇരുചക്ര വാഹനത്തിലാണ് എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ FIR-ൽ മനസ്സിലാവുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിക്ക് 12-നും 1 മണിക്കും ഇടയിലാണ് കുഞ്ഞിനെ കാണാതായത്. ടെൻറ്റിൽ നിന്നാണ്. ടെൻറ്റ് ഈ ഓൾ സെയിൻസ് കോളേജിന് സമീപത്തുള്ള ഒരു തുറസായ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ലോറികളടക്കമുള്ള വാഹനങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് തിരയുന്നത്. ഒപ്പം പൊന്തക്കാടും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു. പേട്ട പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും ഇപ്പോൾ പുലർച്ചയോടുകൂടി തന്നെ ഈ കുട്ടിയെ അന്വേഷിച്ചുകൊണ്ടുള്ള തിരച്ചിലിൽ തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നവരും ഈ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ അസാധാരണമായ വിധം ഏതെങ്കിലും ദൃശ്യങ്ങളിൽ ഈ കുട്ടിയെ കൊണ്ടുപോകുന്ന സ്കൂട്ടറോ മറ്റെന്തെങ്കിലുമോ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കും 12 മണിക്കും 1 മണിക്കും ഇടയിൽ നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ കടകളിലോ ഇങ്ങനെ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ആക്റ്റീവ സ്കൂട്ടർ 2 പേർ ഈ കുഞ്ഞിനെയുമായി പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ലഭ്യമാകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെയും നിങ്ങൾക്ക് വിവരം അറിയിക്കാം. പേട്ട പോലീസ് സ്റ്റേഷനിലും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും നിങ്ങൾ പെട്ടെന്ന് വിവരം അറിയിക്കേണ്ടതുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകണം. ഞങ്ങൾക്കും ഫോൺ നമ്പർ വഴി ഈ കുട്ടിയെ ഈ കുട്ടിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചന കിട്ടുന്നുണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. ആ നമ്പർ പ്രേക്ഷകർക്ക് നൽകാം. ഒപ്പം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കണം. ശരത് ശശി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. 5 ഇടങ്ങളിൽ നിന്നായി നമ്മളുടെ വാർത്താ സംഘവും ഈ കുഞ്ഞിനെ കാണാതായതിൻ്റെ തിരച്ചിലിൻ്റെ റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് നൽകും. ഒപ്പം തന്നെ ചെറുപ്പക്കാരടക്കമുള്ളവരും ഈ കുഞ്ഞിനെ തിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് പുലർച്ചെയാണ് നമ്മളെ ആകെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് 2 വയസ്സുകാരിയായ പെൺകുഞ്ഞിനെ സ്കൂട്ടറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയ ഒരു പരാതി ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത്. വ്യാപക തെരച്ചിലാണ്. നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം.